പഹൽഗാം സംഭവത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുവാനായി ഇന്ത്യൻ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യൻ സേനകൾ എങ്ങനെയാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ലോകം. വളരെ മികച്ചൊരു തീരുമാനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് കൈക്കൊണ്ടത്. പാകിസ്ഥാന്റെ സൈന്യബലത്തെപ്പറ്റിയും സേനാവിന്യാസത്തെപ്പറ്റിയും നന്നായി അറിയാവുന്നവരാണ് ഇന്ത്യൻ ആർമി. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതു രീതിയിൽ തിരിച്ചടി നൽകണമെന്ന് ഇന്ത്യൻ ആർമിക്ക് അറിയാൻ കഴിയും. ഇന്ത്യൻ കമാൻഡുകളെ വെച്ചുകൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുവാനുള്ള സാഹചര്യം ഇപ്പോൾ എന്തായാലും നിലവിലില്ല. അതിനു കാരണം ഇന്ത്യൻ സേന തിരിച്ചടിക്കുമെന്നറിയാവുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്നും നേരത്തെ മാറ്റിയിരുന്നു. പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ ഉന്നം വയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ലക്ഷ്യം അത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചുപിടിക്കുക എന്നത് തന്നെയായിരിക്കും. ഇത് നന്നായി അറിയാവുന്ന പാകിസ്ഥാൻ ആകെ വിരളി പിടിച്ചിരിക്കുകയാണ്. ചൈനയുടെയും തുർക്കിയുടെയും എത്ര തന്നെ ആയുധങ്ങൾ കിട്ടിയാലും ഇന്ത്യൻ സേനയ്ക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാണെന്ന് പാകിസ്ഥാൻ ആർമിക്ക് നന്നായി അറിയാം. വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഇന്ത്യൻ സേനാ തലവന്മാർ ഇപ്പോൾ ചർച്ചയിലാണ്. പാകിസ്ഥാന് നൽകുന്ന തിരിച്ചടി അവർ എക്കാലവും ഓർമ്മിച്ചിരിക്കേണ്ടതാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓരോ തീരുമാനവും നിർണായകമായിരിക്കും.